ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്വപ്നവല്ലി ഇഷിതയുടെ ചോദിക്കുകയാണ്, പറമോളെ മഹേഷ് കണ്ണു തുറന്നോ? ദേ നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം. പറമോളെ മഹേഷ് കണ്ണു തുറന്നോ എന്നിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയാണെങ്കിൽ അതേ അമ്മ മഹേഷ് കണ്ണു തുറന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലിക്കുണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കാനുള്ള സന്തോഷം തന്നെയാണ്. അമ്മ പ്രാർത്ഥിക്കുന്ന ദൈവമില്ലേ, ആ ദൈവം അമ്മയുടെ പ്രാർത്ഥന കേട്ടു. അമ്മയുടെ മകൻ കണ്ണു തുറന്നു, ബോധം വീണു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണം. മോളെ നിന്റെയും കൂടി പ്രാർത്ഥനയാണ് മോളെ, നിന്റെ മനസ്സുരുകിയുള്ള പ്രാർത്ഥന, നീ ചെയ്തിരുന്ന ആ നന്മകൾ അതൊക്കെ ദൈവം കണ്ടു മോളെ. അതുകൊണ്ടാണ് നിന്റെ ഭർത്താവിനെ നിനക്ക് തന്നെ കിട്ടിയത് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ സ്വപ്നവല്ലിക്ക് ഭയങ്കര സന്തോഷം, ഇഷിതയ്ക്ക് അതിലേറെ സന്തോഷം. കാരണം അങ്ങനെയാണെങ്കിലും ഈ അമ്മ തന്നെ മോളെ എന്നൊന്നും വിളിച്ചല്ലോ, അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അപ്പോൾ ഇഷിതയുടെ ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രചനയ്ക്കത് സഹിച്ചില്ല. അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ, ഇതിന് പിന്നിൽ ഞാനാണെന്ന് അറിയാതെയാണ് അവൾ കിടന്ന് സന്തോഷിക്കുന്നത്. നിനക്ക് വെച്ച കണിയായിരുന്നിട്ട് ഞാനിത്, പക്ഷേ എന്തോ ഭാഗ്യക്കേട് മഹേഷ് വന്ന് അതിൽ വീണു, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു എന്നിവിടെ പറയാം. അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ മഞ്ജിമയും അമ്മയും അതേപോലെ തന്നെ മഹേഷിൻ്റെ അച്ഛനും ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഏതായാലും നന്നായി, മഹേഷ് കണ്ണു തുറന്നല്ലോ, നമ്മളെ പ്രാർത്ഥനയൊക്കെ കേട്ടല്ലോ. ദേ ഇഷിത പറഞ്ഞെന്തെന്നറിയാമോ, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടുവെന്ന്. അവൾ അറിയാതെ ആണെങ്കിലും അങ്ങനെ പറഞ്ഞല്ലോ. എന്താ അമ്മ ഇത്? ദേ അമ്മ പഴനിയാണ്ടവനെ വിളിക്കുന്ന കാര്യമൊക്കെ എപ്പോഴും ഇഷിതയ്ക്ക് അറിയാം. അപ്പം പിന്നെ അതിൽ കൂടുതൽ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നാലും അവൾക്കങ്ങനെ പറയാനായിട്ട് തോന്നിയല്ലോ മഞ്ജിമേ. ഇനിയിപ്പോൾ എൻ്റെ ദൈവമേ, ചിപ്പി വന്നു കഴിയുമ്പോൾ സമാധാനമായാലോ, അവളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് നിൽക്കാമല്ലോ. ഇപ്പോൾ അല്ലെങ്കിൽ അവളോട് എന്ത് പറയണം എന്ന് ആലോചിക്കുമ്പോൾ ആകെ മനസ്സ് സങ്കടപ്പെട്ടൊരവസ്ഥയിലായിരുന്നു എന്നൊക്കെ പറയാം. നീ ഏതായാലും ചിപ്പി വരാനുള്ള സമയം, ചിപ്പിയെ വിളിച്ചുകൊണ്ട് വരെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജിമയെ പുറത്തേക്ക് വിടുക. അങ്ങനെ നമ്മുടെ രാമനാണെങ്കിൽ നേരെ മാഷിനെ വിളിക്കുകയാണ്. മാഷേ മാഷേ വാർത്ത ഉണ്ട് കേട്ടോ, എൻ്റെ മുൻ കണ്ണ് തുറന്നു, അവന് ബോധം വീണു, ഇഷിതയെ വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന് പറയുകയാണ്. ആണോ? ഇത് വളരെയേറെ സന്തോഷമായ കാര്യമാണ്. ഞാൻ ഏതായാലും ഇവിടെ ഉള്ള എല്ലാവരോടും പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. പ്രിയാമണി എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അതാ വരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ സുചിത്രയും വരികയാണ്. എന്താ ലേച്ചാ ചോദിച്ചപ്പോഴേക്കും പ്രിയാമണി കൂടി വരട്ടെ. എന്താ മഹേഷേട്ടൻ കണ്ണ് തുറന്നോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയാമണി വന്നിട്ട് ചോദിക്കണം, എന്താ മാഷേ, എന്താ കാര്യം? ദേ നമ്മുടെ മരുമോൻ കണ്ണ് തുറന്നു, മഹേഷ് കണ്ണ് തുറന്നു, അവന് ബോധം വീണു എന്നാണ് എനിക്കിപ്പോൾ കിട്ടിയ വിവരം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നുകയാണ്. അപ്പോൾ പ്രിയമണിയാണെങ്കിൽ, എൻ്റെ ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ, എൻ്റെ മോളുടെ നെറ്റിയിലെ ആ സിന്ദൂരം മായ്ച്ചു കളയാനുള്ള ഇട നീ വരുത്തിയില്ലല്ലോ, അവൾ വിധവാപ്പട്ടം അണിയേണ്ട ഒരു അവസ്ഥ അവൾക്ക് വരുത്തിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതേതായാലും നന്നായി. അപ്പോൾ സുചിത്രയാണെങ്കിൽ ഏതായാലും ദേ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നുണ്ട്. മഹേഷ് ഏട്ടനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ ഒറ്റ ദൈവങ്ങളെ വിളിക്കില്ലായിരുന്നു, അതോടെ ദൈവമെന്ന് പറഞ്ഞ ഒരാളെ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു എന്നിങ്ങനെ സുചിത്ര പറയും. ഞാൻ ഏതായാലും ഇഷിതേച്ചി ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സുചിത്ര അകത്തേക്ക് കയറിപ്പോവുകയാണ്. മാഷിനാണെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മഞ്ജിമ ഓടി വന്നിട്ട് പറയാണ്, അതെ ദേ ചിപ്പിമോള് അവിടെ ഇല്ല എന്ന് പറയാണ്. ചിപ്പിമോളില്ല, നീ ചിപ്പിമോൾ വിളിക്കാൻ വേണ്ടിയല്ലേ പോയത് മഞ്ജിമേ? അതെ, സ്കൂൾ ബസ്സിൽ ചിപ്പിമോള് കയറിയില്ല എന്നാണ് അവർ പറഞ്ഞത്. ചിപ്പിമോള് കയറിയില്ല എന്നോ? എൻ്റെ ഭഗവാൻ എന്തൊക്കെയാ പറയുന്നത്? അതെ, അവര് ചിപ്പിമോള് കയറിയില്ലെന്നൊക്കെ എന്നോട് പറഞ്ഞത്. ദൈവമേ, എൻ്റെ കൊച്ചു എവിടെ പോയോ എൻ്റെ ദൈവമേ, ഇനിയിപ്പോൾ ഇഷിതയെല്ലാം കൂട്ടാൻ പോയിട്ടുണ്ടാവോ? ഞാൻ ഏതായാലും ഇഷിതയെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് രാമൻ നേരെ ഇഷിതയെ വിളിക്കുകയാണ്. എന്താ അച്ഛാ കാര്യങ്ങളെല്ലാം? അതെ മോളെ, ചിപ്പിമോളെ മോള് കൂട്ടാൻ പോയായിരുന്നോ? ഞാനോ? എന്തൊക്കെയാ ചീ പറയുന്നത്? കാറ് ആക്സിഡൻ്റ് ആയി കിടക്കുമല്ലേ, പിന്നെ ഞാനെങ്ങനെ ചിപ്പിയെ കൂട്ടാനായിട്ട് പോകും? എന്താച്ചാ എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതേ മോളെ, ചിപ്പി സ്കൂൾ ബസ്സിൽ കയറിയില്ലെന്നാണ് അവർ പറയുന്നത്. സ്കൂൾ ബസ്സിൽ കയറിയില്ലെന്നോ? പിന്നെ അവൾ എങ്ങോട്ട് പോകാനായിട്ട്? അറിയില്ല, മഞ്ജിമയാ ഞങ്ങൾ അവളെ വിളിക്കാനായിട്ട് പറഞ്ഞു വിട്ടത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ഡ്രൈവർ പറഞ്ഞത് ചിപ്പിമോൾ ബസ്സിൽ കയറിയില്ലെന്നാണ് പറയുന്നത്. ദൈവമേ, ചിപ്പിമോൾ എവിടെ പോയി? മോളെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, നീ ഒന്ന് അന്വേഷിക്കുക, നീ എത്രയും പെട്ടെന്ന് വാ. ശരിയാച്ചാ, ഞാൻ പെട്ടെന്ന് തന്നെ വന്നേക്കാം എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ഇഷിതയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഐസിലേക്ക് കയറിപ്പോവാ.
അപ്പം ഇത് കണ്ട രചനയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് ഇതെന്ത് പറ്റി, ഇവളെന്തിനാ ഇത്ര സ്പീഡിൽ ഇങ്ങനെ ഐസിലേക്ക് കയറിപ്പോ, അതേ ഇനി മഹേഷ് എന്തെങ്കിലും സംഭവിച്ചോ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ ആ അകത്തുനിന്നൊരു നേഴ്സ് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും രചന അവിടെ ചോദിക്കുകയാണ്, അതെ ഇഷിത ഇപ്പം അകത്തേക്ക് കയറി പോയായിരുന്നല്ലോ, എന്തെങ്കിലും വിഷയമുണ്ടോ? അത് പിന്നെ സാറെ കാണാൻ വേണ്ടി പോയതാണ്. അല്ല മഹേഷിന് എങ്ങനെയുണ്ട് സിസ്റ്ററെ? കുഴപ്പമൊന്നുമില്ല, നല്ല ബെറ്റർ ആയിട്ടുണ്ട്, ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് രചനയെ സമാധാനപ്പെടുത്തുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇഷിത ഭയങ്കര സ്പീഡിൽ ഇറങ്ങി വന്നിട്ട് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുകയാണ്. ദൈവമേ എന്തോ പ്രശ്നമുണ്ടല്ലോ, ഇഷിത ഇങ്ങനെ വെപ്രാളം പിടിച്ച് ഓടേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ രചന ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രചനയ്ക്ക് ഒരു കോള് വരുന്നത്. അത് നമ്മുടെ സുമിയുടെ കോളായിരുന്നു. അപ്പോൾ എന്തായി രചന അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സന്തോഷ വാർത്തയുണ്ട് സുമി, മഹേഷ് കണ്ണു തുറന്നു, മഹേഷിന് ബോധം വീണു എന്ന് പറയാ. ഇത് കേട്ട സുമിക്ക് അത്ര സുഖിച്ചില്ല. ആണോ, മഹേഷിന് ബോധം വീണല്ലേ? ഇപ്പോൾ നിന്റെ കുറ്റബോധം എല്ലാം തീർന്നല്ലോ രചന, അല്ലേ? ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ? നീ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഞാൻ കാരണമാണ് മഹേഷിന് ഇങ്ങനെ സംഭവിച്ചത്, ഞാൻ കാരണമാണ് മഹേഷിന് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ നീ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? ഇപ്പോൾ നിനക്ക് ആശ്വാസം തോന്നുന്നില്ലേ? എനിക്ക് വളരെയേറെ ആശ്വാസം തോന്നുന്നുണ്ട്. പക്ഷേ ഇഷിതയ്ക്ക് വെച്ച കെണിയാണല്ലോ. നീ എന്തായിരുന്നു പ്രകടനം? ബ്രേക്ക് പോയ വണ്ടിയുടെ പിന്നാലെ നീ എൻ്റെയും ജീവനും വെച്ചുകൊണ്ട് പോവുകയായിരുന്നു. നീ അല്ലാത്ത മധുപതിയിലെ ഇങ്ങനെ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആ സമയം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ അവസ്ഥയായിരുന്നു. എങ്ങനെയെങ്കിലും മഹേഷിനെ രക്ഷിക്കണമെന്ന് മാത്രമേ എനിക്ക് ചിന്തയുണ്ടായിരുന്നുള്ളൂ. ഏതായാലും രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ മഹാഭാഗ്യം. അല്ല നീ ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ? അതെ ഞാൻ ഹോസ്പിറ്റലിലാണ്. ഇഷിത എവിടെയുണ്ടോ? ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇഷിത എന്തോ വെപ്രാളം പിടിച്ച് പോകുന്നത് കണ്ടു. വെപ്രാളം പിടിച്ചോ? ആ എന്തോ പ്രശ്നമുണ്ട്, അങ്ങനെ അവൾ ഓടിപ്പോയി. ഇപ്പം ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. നീ എന്നിട്ട് മഹേഷിനെ കയറി കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിതുവരെ മഹേഷിനെ കാണാനായിട്ട് പറ്റിയില്ല. കാരണം ഇഷിത ഒരു ഡോക്ടറാണല്ലോ, അതുകൊണ്ട് ഇഷിതയെ കാണാനായിട്ടാണ് ഡോക്ടർ അനുവദിച്ചത്. പിന്നെ ഞാൻ ഫസ്റ്റ് ഭാര്യയാണെങ്കിലും ഇപ്പോൾ സ്ഥാനം മുഴുവൻ അവൾക്കാണല്ലോ, അപ്പം പിന്നെ എനിക്കൊന്നും കാണാനായിട്ട് സാധിച്ചില്ല എന്ന് പറയാം. അല്ല ഞാൻ ചോദിച്ചതേ, മഹേഷിന് ബോധം വീണു, ഇനി നീ കാണാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഈ മഹേഷിൻ്റെ കാറിന് പിന്നാലെ ഫോളോ ചെയ്ത കാര്യമല്ലോ മഹേഷ് കണ്ടിട്ടുണ്ടാവോ? അതോർത്തിട്ട് ഞാൻ നിന്നോട് പറഞ്ഞാണ്. അങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അത് പറയാൻ വരട്ടെ, നീ ആദ്യം മഹേഷിൻ്റെ അടുത്ത് ചെല്ല്, എന്നിട്ടാവാം ബാക്കി സംസാരമൊക്കെ. ഞാൻ ഏതായാലും മഹേഷിനെ കാണും. എനിക്കിപ്പോൾ മഹേഷിനെ കാണാൻ പറ്റിയൊരു അവസരമാണ്. കാരണം ഇഷിത എന്തോ വെപ്രാളപ്പെട്ട് ഓടുന്നതാണ് ഞാൻ കണ്ടത്. അതൊക്കെ ഇരിക്കട്ടെ, ശരിയാന്ന് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ അല്ല ആദ്യം വന്നോ എന്ന് ചോദിക്കുകയാണ്. അയ്യോ രചന, നിന്നോട് അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഫോൺ ചെയ്തത്. ആദ്യം ഇതുവരെ സ്കൂളിൽ നിന്ന് എത്തിയിട്ട് നീ അങ്ങനെ ലേറ്റ് ആവാറുണ്ടോ? അവൻ വല്ല സ്കൗട്ടിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ ചേർന്നിട്ടുണ്ടോ? ഇല്ല, അവനൊരു പ്രോഗ്രാമിനും ചേർന്നിട്ടില്ല. അല്ല അവൻ ഇതുവരെ എത്തിയില്ലേ? സാരമില്ലെന്നേ, അവൻ ആൺകുട്ടിയാണല്ലോ, എന്തെങ്കിലും ഫ്രണ്ട്സിനോടൊപ്പം കറങ്ങി നടക്കുന്നുണ്ടാവും. ഒരിക്കലുമില്ല, അങ്ങനെ ഒരു ഫ്രണ്ട്സിനൊപ്പം അവൻ കറങ്ങി നടക്കില്ല. പിന്നെ ഇവിടെ നീ ടെൻഷൻ ആവല്ലേ, അവൻ വന്നോളൂ. അവൻ കുറച്ച് സമയം കൂടെ നമുക്ക് നോക്കാം, ചിലപ്പോൾ ബസ് ലേറ്റ് ആകുന്നതായിരിക്കും, നമുക്ക് കുറച്ച് സമയം കൂടെ നോക്കാം. എന്നിട്ട് കണ്ടില്ലേ ഞാൻ നിന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാമെന്നും പറഞ്ഞുകൊണ്ടൊരു ഫോൺ വെക്കുകയാണ്. അപ്പോൾ ഈ സുമിയാണെങ്കിൽ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, അപ്പം മഹേഷ് കണ്ണ് തുറന്നു അല്ലേ? അതെങ്ങനെ ശരിയാവും? അവനെ ഉന്നം വെച്ചിട്ടാണല്ലോ ഞാൻ വന്നത്, പക്ഷേ എല്ലാം തകിടം മറിഞ്ഞ് തരിപ്പണമായൊരവസ്ഥയിലാണ്. എന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് സുമി ഇങ്ങനെ മനസ്സിലിങ്ങനെ കരുതുക. അങ്ങനെ നമ്മുടെ ഇഷിതയാണെങ്കിൽ നേരെ വീട്ടിലെത്തി. എന്താ കാര്യം, എവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോൾ ഇതുവരെയായിട്ടും വണ്ടി കയറിയില്ല, എന്താണ് ഏതാ സംഭവിച്ചതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ടും ടെൻഷൻ അടിച്ച് ഇങ്ങനെ പറയുകയാണ്. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ല മോളെ, നമുക്ക് എവിടെയാണെങ്കിലും കണ്ടെത്താം. അപ്പോഴേക്കും ഈ സുമിയെ കാണിക്കുകയാണ്. അപ്പോൾ സുമിയാണെങ്കിൽ സുമിയുടെ ഏതോ ഒരു മേഡത്തിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഡമാണ് മഹേഷിനെ തകർക്കണം, മഹേഷ് വലിയ ബിസിനസ് മാൻ ആണല്ലോ, അപ്പോൾ ഈ ബിസിനസ്സുകളെല്ലാം തകർത്താൽ മാത്രമേ തനിക്ക് മുന്നേറാൻ പറ്റുള്ളൂ മേഡത്തിന് അറിയാം. അതുകൊണ്ട് ഈ മേഡത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഡം ഞാൻ ഏതായാലും ഒരു ലക്ഷ്യം കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്, പക്ഷേ ആ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയിട്ട് ഞാനിനി വരുന്നുള്ളൂ. ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറണമെങ്കിൽ മഹേഷിന് ഇനി എന്താണ് മഹേഷിൻ്റെ അവസ്ഥയെന്ന് എനിക്ക് അറിയണം. മേഡം സങ്കടപ്പെടാതിരിക്കുക, അവൻ്റെ അവസ്ഥയൊക്കെ അറിഞ്ഞിട്ട് ഞാൻ ഏതായാലും വേണ്ടത് കാര്യങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫോൺ വയ്ക്കുക. അപ്പോഴേക്കും രചന ഓടി വരികയാണ്. അപ്പോൾ രചന ഓടി വന്നിട്ട് ആദ്യം വന്നോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല ആദ്യം വന്നിട്ടില്ല, നീ സ്കൂളിലേക്ക് വിളിച്ച് ചോദിച്ചായിരുന്നു? ഞാൻ ചോദിച്ചായിരുന്നു, അവർ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഡ്രൈവറെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, എവിടെ പോയി എങ്ങനെ എന്ത് സംഭവിച്ചു എന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അല്ല ഇനിയെങ്ങാനും
ഇഷിതയുടെ വീട്ടിലേക്ക് പോയി കാണോ? ഇല്ല, അവൻ എന്നോട് പറയാതെ ഇഷിതയുടെ വീട്ടിലേക്ക് പോകില്ല. ഞാനിപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകുന്നതിൽ തടസ്സമൊന്നും വെക്കാറില്ലല്ലോ. പിന്നെ എന്തിനാ എന്നോട് മറച്ചു വയ്ക്കുന്നത്? എൻ്റെ കാര്യമൊന്നുമില്ല. എൻ്റെ മോൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എനിക്കാണെങ്കിൽ പേടിയും തോന്നുന്നു. അല്ല, നീ ആകാശിനെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആകാശിനെ ഞാൻ വിളിച്ചു, വന്നുകൊണ്ടിരിക്കുക. മഹേഷ് രക്ഷപ്പെട്ടതിൽ ഭയങ്കര സങ്കടത്തോടെ നടക്കുകയാണ് ആകാശ്. അപ്പോൾ ദേ വരുന്നു ആകാശ്. ആകാശിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആകാശ് ഇതുവരെ ആദ്യം എത്തിയിട്ടില്ല, ആകെ ടെൻഷനാവുന്നു. ഓ, അവൻ എന്നെ പോലെ വളർന്നല്ലോ, അപ്പം പിന്നെ ലേറ്റൊക്കെ ആകും, പേടിക്കാനൊന്നുമില്ല. അതൊന്നും അല്ലെന്നേ, ഞാൻ സ്കൂളിലേക്ക് വിളിച്ചൊക്കെ ചോദിക്കുകയും ചെയ്തു. ആദ്യം സ്കൂൾ ബസ്സിൽ കയറിയിട്ടില്ല എന്നാണ് അവരും പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക. ഇതൊക്കെ കിട്ടിയപ്പോഴേക്കും എന്തായാലും പറഞ്ഞ വല്ല മനസ്സിലാവണ്ടേ? അവനെപ്പോഴും ഡാഡി ഡാഡി എന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ നടക്കുകയല്ലേ. അവന് എന്തെങ്കിലും സംഭവിച്ചു കാണും. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്താണ് ആകാശം ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. പിന്നെ ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാ? ഏതായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും നടന്നില്ല. മഹേഷ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അല്ലേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഏതായാലും അവനെ ഞാൻ എൻ്റെ ഒരു സ്വന്തം മോനെ പോലെയാണ് കണ്ടത്. പക്ഷേ ഇഷിത ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴേക്കും അവൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറ്റി. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട് അവനെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. എന്നിട്ട് നീ ശ്രദ്ധിച്ചോ? ഇല്ലല്ലോ. അല്ല ഇനി എൻ്റെ ദൈവം എൻ്റെ മോൻ വല്ല കടുങ്കയും ചെയ്ത് കാണോ? അവൻ ഡാഡിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവനിനി സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കാണോ എന്നൊക്കെ ഇങ്ങനെ പേടിക്കുകയാണ്. അപ്പോൾ ഇഷിതയും ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇനിയിപ്പോൾ ആദി വല്ല സത്യങ്ങൾ അറിഞ്ഞു കാണോ? ആദി ചിപ്പിയോട് പറഞ്ഞു കാണോ? ഇല്ല, ആദി അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ വിളിക്കണ്ടല്ലേ? അവൻ എന്നെ വിളിച്ചില്ലല്ലോ, അവൻ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നവിടെ പറയുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. ബൈ.